എന്താ? ഞാൻ യൂണിഫോം ഇല്ലാതെ നിന്നെ കാണാൻ വന്നത് ഒരു അൺഒഫീഷ്യലായ കാര്യം സംസാരിക്കാനാണ്. എന്താ കാര്യം? കാര്യങ്ങളെല്ലാം ഞാൻ അനിരുദ്ധിന്റെ ഗുണ്ടകളിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് ഏത് സമയം അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരോ എന്തോ മൊഴി കൊടുത്താ ഞാൻ എങ്ങനെ കുറ്റവാളിയാവും? നോക്ക് പ്രിയ, നീയും അനിരുദ്ധും ചേർന്നാണ് രാകേഷിനെ കൊന്നതിന് മുഴുവൻ തെളിവ് ഞങ്ങളിലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ അത് കാർ ആക്സിഡന്റ് അല്ല, കൊലപാതകമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശരി, കൊലപാതകമായിരിക്കാം. ഞാൻ അതിലുണ്ടെന്ന് വല്ല ക്യാമറ തെളിവുണ്ടോ? എടി, ലോകത്ത് നടക്കുന്ന കൊലപാതക കേസെല്ലാം തെളിയിക്കുന്ന ക്യാമറ തെളിവ് വെച്ചിട്ടാണോ? ആണോ? അത് അല്ല. പക്ഷേ നോക്ക്, സാഹചര്യ തെളിവുകളെല്ലാം നിനക്കെതിരാണ്. അത് വെച്ച് തന്നെ ചാനലുകാരെയും പത്രക്കാരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ രാകേഷ് കൊലപാതകത്തിന്റെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. നീലിമയെ രക്ഷിക്കുവാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ഇതൊക്കെ ആയിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. അനിരുദ്ധിന് സ്ത്രീകൾ ഒരു വീക്ക്നെസ് ആണെന്നും അനിരുദ്ധ് ഒരു ക്രിമിനൽ ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെടും. അത് തന്നെ. നോ, ഞാനത് പറയില്ല. നോക്ക്, ഈ വിഷയത്തിൽ നീ എന്നോട് സഹകരിച്ചാൽ കോടതിയിൽ നിന്നെ മാപ്പ് സാക്ഷിയാക്കി പരമാവധി ശിക്ഷ കുറച്ചു തരാൻ എനിക്ക് പറ്റും. അതല്ല എങ്കിൽ രാകേഷിന്റെ കൊലപാതകം മാത്രമല്ല, അറിയാലോ, നീയും അനിരുദ്ധും ചേർന്ന് നടത്തിയ എല്ലാ കൊലപാതകങ്ങൾക്കും നീ മറുപടി പറയേണ്ടി വരും. പ്ലീസ്, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നോക്ക്, എല്ലാ കൊലപാതകങ്ങളിലും അനിരുദ്ധിന്റെ പങ്ക് തെളിഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഹീസ് നോ മോർ. പക്ഷേ ഒരു ക്രിമിനലിനെ കൊന്ന നീലിമയ്ക്ക് കോടതിയിൽ ശിക്ഷ ഇളവ് കിട്ടും. എന്തായാലും എനിക്ക് ഒന്നും കൂടെ ആലോചിക്കണം. നീലിമയുടെ കേസിന്റെ ഫൈനൽ ജഡ്ജ്മെന്റിന്റെ തലേ ദിവസം വരെ നീ ആലോചിച്ചോ? വേണമെങ്കിൽ നീ നിന്റെ വക്കീലുമായി ഡിസ്കസ് ചെയ്തോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ പറയുന്ന ദിവസം നീ കോടതിയിൽ വന്ന് ഫൈനൽ ജഡ്ജ്മെന്റ് ദിവസം സത്യം പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വരുന്ന ഇങ്ങനെയാവില്ല. യൂണിഫോം ഇട്ട ചിരഞ്ജീവി IPS ആയിട്ടായിരിക്കും. നീ ചെയ്ത എല്ലാ പാവങ്ങൾക്കും ശിക്ഷ അനുഭവിച്ചിട്ട് നീ പുറത്തിറങ്ങൂ. കീപ് ഇൻ മൈൻഡ്, കീപ് ഇൻ മൈൻഡ്. പറയുന്ന ദിവസം നീ കോടതിയിൽ വന്ന് ഫൈനൽ ജഡ്ജ്മെന്റ് ദിവസം സത്യം പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വരുന്ന ഇങ്ങനെയാവില്ല. യൂണിഫോം ഇട്ട ചിരഞ്ജീവി IPS ആയിട്ടായിരിക്കും. നീ ചെയ്ത എല്ലാ പാവങ്ങൾക്കും ശിക്ഷ അനുഭവിച്ചിട്ട് നീ പുറത്തിറങ്ങൂ. കീപ് ഇൻ മൈൻഡ്, കീപ് ഇൻ മൈൻഡ്. നീ ചെയ്ത എല്ലാ പാവങ്ങൾക്കും ശിക്ഷ അനുഭവിച്ചിട്ട് നീ പുറത്തിറങ്ങൂ. കീപ് ഇൻ മൈൻഡ്, കീപ് ഇൻ മൈൻഡ്. അമ്മേ, അമ്മേ, അമ്മേ. ഹലോ സാറേ, വിവരറിഞ്ഞോ? രാകേഷിന്റെ ഭാര്യ പ്രിയ ആത്മഹത്യ ചെയ്തു. പ്രിയ ആത്മഹത്യ ചെയ്തോ? അതെ, ഇന്നലെ വൈകുന്നേരം സംഭവിച്ചത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? തുള്ളിയായി പാവിച്ചു കണ്ണു നീ പരനിന്ദയാൽ നോവുന്നു നിന്നുള്ളം മണിത്തത്ത തേങ്ങി തമസിൽ ദുഃഖമൊളിച്ചു ദസരി മമാമഗാരിരി ഗാരിരി ഗാരിരി സാസ ദദ ദദ പാപ മഗരി സരി പമഗരി മഗരി സാസ സരി സാനി സരി മഗരി രി മപദ പമ പദ പാപ രി മമ പദ പദ പമ പദ സാനി ധനി ധ പദ മാ പ മഗരി മഗരി സാ തുള്ളിയായി ഭാവിച്ചു കണ്ണു നീ പരനിന്ദയാൽ നോവുന്നു നിന്നുള്ളം.
കോമലല്ലേ ഗാനം മീട്ടിയ തന്ത്രി കരഞ്ഞുപോയി ഗാനം മീട്ടിയ തന്ത്രി തകർന്നുപോയി മൂകമായി വീണതെന്നാദം ശൂന്യമായി നാടകരംഗം ശൂന്യമായി നാടകരംഗം മഞ്ഞു തുള്ളിയായി ഭാവിച്ചു കണ്ണു നീർ പരനിന്ദയാൽ നോവുന്നു നിന്നുള്ളം തുറങ്കായി മാറിയില്ലേ ചക്രവാളം തിരികെ വരില്ലൊരു നാളും നഷ്ടവസന്തം ഗാനം മീട്ടിയ തന്ത്രി കരഞ്ഞുപോയി ഗാനം മീട്ടിയ തന്ത്രി തകർന്നുപോയി ഊഷ്മള ശോകഗാനം എങ്ങും ഏകാന്ത ശൂന്യത മാത്രം ശൂന്യത മാത്രം മഞ്ഞു തുള്ളിയായി ഭാവിച്ചു കണ്ണു പരനിന്ദയാൽ നോവുന്നു നിന്നുള്ളം മണിത്തത്തേകി തമസിൽ ദുഃഖമൊളിച്ചു ദസരി മഗാരിരി ഗാരിരി ഗാരിരി സാസ ദദ ദദ പാപ മഗരി സരി പമഗരി മഗരി സാസ സരി സാനി സരി മഗരി രി മ പദ പമ പദ പാപ രി മമ പദ പദ പമ പദ സാനി സരി ద പദ മ ద പ മഗരി മഗരി സാ താഴ്വരമണി തരി ലാവണ്യ പൂശയിൽ ചമഞ്ഞു